പുതിയുഗ കേരളത്തിനായുള്ള പദ്ധതികളും പ്രതീക്ഷകളും 24-മായി പങ്കുവെച്ച് വി.ഡി. സതീശൻ സർക്കാരിലെ മന്ത്രിമാർ. 10 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 13 മന്ത്രിമാരാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച ക്യാബിനറ്റ് വിത്ത് SKNL നയം വ്യക്തമാക്കിയത്. 24 ചീഫ് എഡിറ്ററുമായുള്ള സംവാദത്തിൽ UDFന്റെ ജനകീയ പ്രഖ്യാപനങ്ങളെക്കുറിച്ചും ഇനി നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ചും മന്ത്രിമാർ മനസ്സ് തുറന്നു. ഇപ്പോൾ എന്നോടൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ കൂടി ചേരുകയാണ്. അവർക്ക് പലരുടെയും വകുപ്പുകൾ അന്തിമമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും എന്താണ് ഈ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ജനങ്ങളുടെ പ്രതീക്ഷ പാഴാകില്ലെന്നും തുടക്കക്കാരനെന്ന നിലയിൽ കഠിനാധ്വാനം ചെയ്യുമെന്നും മന്ത്രിമാരായ OJ ജനീഷും M ലിജുവും ബിന്ദു കൃഷ്ണയും. ഒരു വീട്ടിൽ നിന്നും MPയും മന്ത്രിയും വന്നതിലെ കൗതുകത്തെക്കുറിച്ചുള്ള ചോദ്യം ചിരി പടർത്തി. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പ്രത്യേകത സംഭവിക്കുമല്ലോ, ഭർത്താവ് MP, ഭാര്യ മന്ത്രി. അപ്പോൾ പ്രോട്ടോകോളിൽ ആരായിരിക്കും മുന്നിൽ? വീടിനകത്ത് പ്രോട്ടോകോൾ ഇല്ല. ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം മാറി പ്രോട്ടോകോൾ പോയെന്ന്. മാത്രമല്ല ഇപ്പോൾ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും കൂടുതൽ വിളി വിലസി കഴിഞ്ഞാൽ ഫോളോ ദ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? 2 മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസ് ജോസഫ് പ്രതീക്ഷിച്ചിരുന്നെന്നും എന്നാൽ അത് നടപ്പായില്ലെന്നും മോൻസ് ജോസഫ്. 2ാമത്തെ മന്ത്രിസ്ഥാനം കൂടെ ലഭിക്കാൻ പാർട്ടിക്ക് അർഹതയുണ്ട്, ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതിനുവേണ്ടി അവസാനം വരെ ഞങ്ങൾ നിലകൊള്ളുകയും ചെയ്തു. പക്ഷേ UDFന്റെ ഉഭയകക്ഷി ചർച്ചകളിൽ കോൺഗ്രസിന്റെ തരത്തിലുള്ള പ്രായോഗികമായ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് സീറ്റ് 2 വിട്ടതുപോലെ ഇതിനൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. വനം വകുപ്പ് ഉത്തരവാദിത്തം കൂടിയ വകുപ്പെന്നും വനം സംരക്ഷിക്കുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നൂതന ആശയങ്ങളുണ്ട് മന്ത്രിമാരായ N ഷംസുദ്ദീനും റോജി M ജോണിനും. കേരളം എന്നും അഭിമാനിച്ചിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളാണ്. അത് മാറി മാറി വന്ന സർക്കാരുകളിലൂടെ ആർജിച്ച ഒരു പൊസിഷനാണ്. അപ്പോൾ തീർച്ചയായും ആ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസം വരണം. സർക്കാർ സ്കൂളുകൾ കൂടുതൽ ശാക്തീകരിക്കപ്പെടണം. അവരെ ഇവിടെ അട്രാക്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അവർക്ക് കുറെ കൂടി നാടിനോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. കോഴിക്കോടുകാർക്ക് മന്ത്രി ഇല്ലെങ്കിലും ആ ജില്ലയോട് വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്നവരാണ് ക്യാബിനറ്റിൽ അധികമെന്നും ടി സിദ്ദിഖ്. ടീം UDFന്റെ ഒരു സവിശേഷത മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ഫുൾ ക്യാബിനറ്റ് ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള കെയർ ഉണ്ടാകും എന്നത്. അത്തരം ഒരു പ്രാദേശികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ ക്യാബിനറ്റിന്റെ സ്ഥാനം കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. 5 വർഷവും ജനങ്ങളെ കേൾക്കുന്ന സർക്കാർ ആയിരിക്കും ഇതെന്ന് AP അനിൽകുമാർ ഉറപ്പു നൽകുന്നു. പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും നേർന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. ഈ മന്ത്രിസഭ ചെയ്യുന്ന ഈ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ 24ന്റെ പിന്തുണ ഉണ്ടാകും. അതോടൊപ്പം അഭിനന്ദിക്കാനും കൂടെ ഉണ്ടാകും, വിമർശിക്കാനും കൂടെ ഉണ്ടാകും. എല്ലാം നല്ലത് വരട്ടെ. ആദ്യമായി നിയമസഭയിലെത്തിയ ഫാത്തിമ തെഹ്ലിയ, PK ഫിറോസ്, അബിൻ വർക്കി, സുധീർ ഷാ പാലോട്, PK നവാസ്, KM അഭിജിത്ത്, VT സുയജ് തുടങ്ങിയ MLA മാരും 24മായി മനസ്സ് തുറന്നു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.